ഹലോ എവരിവൺ, എല്ലാവർക്കും ECLB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ വന്നിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ KSEBയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. പ്രധാനമായിട്ട് ഈ പറയുന്ന ഇലക്ട്രിസിറ്റി വർക്കർ എന്ന് അല്ലെങ്കിൽ മസ്തൂർ വിഭാഗത്തിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒഫീഷ്യൽ കൺഫർമേഷൻ നമ്മുടെ PSCയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇത് PSC ഇന്നലെ April 20 പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്ന അവരുടെ കമ്മീഷൻ യോഗ തീരുമാനത്തിൽ നമ്മുടെ KSEBയിലേക്ക് ഈ പറയുന്ന തസ്തികയിലേക്ക്, അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നുള്ള കാര്യത്തെ പറ്റി ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ ചെയ്യുന്നവർ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. 2026 April 20 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനം KSEB ഇലക്ട്രിസിറ്റി വർക്ക് ഉൾപ്പെടെയുള്ള വിവിധ തസ്തികകളിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. വിവിധ ജില്ലകളിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് ഇലക്ട്രിസിറ്റി വർക്കർ വിഭാഗത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വിളിക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് വിളിക്കുന്നത്. 2011 അവസാനമായിട്ട് വിളിച്ചത്. അതിനകത്ത് ഏകദേശം ഒരു 4000-ഓളം വരുന്ന ആളുകൾ എന്ത് ചെയ്തിരുന്നു, എടുത്തിട്ടുണ്ടായിരുന്നു. വിവിധ ജില്ലകളിലായിട്ട് 4000-ഓളം വരുന്ന ആളുകൾ എന്ത് ചെയ്തിരുന്നു, എടുത്തിട്ടുണ്ടായിരുന്ന പരീക്ഷയും കൂടിയാണ്. പക്ഷേ വിളിച്ചിട്ടില്ല. അതോടൊപ്പം ബന്ധപ്പെട്ട് PSC പറയുന്ന KSEBക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്നു, ഒരു നിർദ്ദേശം നൽകുകയും അതിന്റെ ഭാഗമായിട്ട് KSEB ഏകദേശം 985-ഓളം ഒഴിവുകൾ എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്, പുതുതായിട്ടൊരു വേക്കൻസിയുടെ ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു, നോട്ടിഫിക്കേഷൻ വിളിക്കാൻ വേണ്ടി പോകുന്നത്. നോട്ടിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പറയുന്ന ഗസറ്റ് തീയതി പറയുന്നത് 30/4/2026 കൂടി തന്നെ എന്ത് ചെയ്യും, അത് പ്രസിദ്ധീകരിക്കുമെന്നുള്ളതാണ്. അതായത് ഈ മാസം അവസാനത്തോടു കൂടി തന്നെ എന്ത് പ്രതീക്ഷിക്കാം, നമുക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? പിന്നെ അതോടെ ബന്ധപ്പെട്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 3/6/2026 ആണ്. 3/6/2026 അവസാന തീയതിയായിട്ട് നൽകിയിട്ടുള്ളത്. അതേ കൂടുതൽ വിവരങ്ങൾ May 1, 2026 പ്രസിദ്ധീകരിക്കുന്ന PSC ബുള്ളറ്റിൽ എന്ത് ലഭിക്കും എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ കുറച്ച് തസ്തികകൾ ബന്ധപ്പെട്ട കാര്യങ്ങളും ആ ഒരു പ്രസിദ്ധീകരണത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഈ പറയുന്ന പിന്നോക്ക വിഭാഗ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് തസ്തിക ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് പറയുന്നുണ്ട്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് KSEB ഇലക്ട്രിസിറ്റി വർക്കർ ഉൾപ്പെടെ തസ്തികകളിലേക്കുള്ള വിജ്ഞാപനമാണ് എന്നുള്ളതാണ്. ഇലക്ട്രിസിറ്റി വർക്കർ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പത്തെ നോട്ടിഫിക്കേഷനകത്ത് ഈ പറയുന്ന രീതിയിൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഉണ്ടായിരുന്നെന്ന് പറയുന്നത് 10 പാസ്സാവരുത് എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്നൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്താണ്, 10ാം ക്ലാസ്സും കൂടാതെ തന്നെ ITI ഉണ്ടാവണം അല്ലേ. പറയുന്ന ITI വിത്ത് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രീഷ്യൻ എന്നുള്ളൊരു എന്ത് ചെയ്യുന്നുണ്ട്, ITI വിത്ത് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രീഷ്യൻ എന്നുള്ളൊരു ഒരു യോഗ്യതയും കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാകണം. അതേപോലെ ഒരു ഓഫീസ് ജോബ് അല്ല, ചില ഫീൽഡ് വർക്കൊക്കെ വരുന്ന ഒരു ജോബും കൂടിയാണ് ഇതെന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. അപ്പം ഇതിലേക്കൊക്കെ വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുന്നവരാണ് നിങ്ങൾ പഠനം ഇപ്പോഴേ തുടങ്ങുക. ഓക്കെ, നമ്മുടെ പഠനം ഇപ്പോഴേ തുടങ്ങുക. ഇപ്പോഴേ എന്ത് ചെയ്യുക, പഠിച്ച് സെറ്റാക്കി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ KSI മസ്തൂറിലേക്ക് നിങ്ങളുടെ ഒരു ജോലി ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഈ പറയുന്ന സ്വപ്നമാണെങ്കിൽ ഇപ്പോൾ പഠിച്ചു തുടങ്ങുക. നമ്മുടെ ഈ പറയുന്ന ECLB അക്കാഡമിയിൽ നമ്മൾ ഈ പറയുന്ന KSI മസ്തൂറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടേക്ക് പറയുന്ന ഡെയിലി സ്റ്റഡി പ്ലാനും വീക്കിലി മോക്ക് ടെസ്റ്റുകളും സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളും PDF നോട്ടുകളും എക്സ്പെർട്ട് ഫാക്കൽറ്റി പാനലിന്റെ ഭാഗമായിട്ട് വന്ന ക്ലാസ്സുകളും ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ സെല്ലിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഇതിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. അതിന്റെ ഭാഗമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ എന്ത് പറ്റും, സിലബസ് മറ്റു കാര്യങ്ങൾക്ക് എന്ത് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് പോകാനും സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടോ മറ്റു കാര്യങ്ങളോ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വിവരങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തൊട്ട് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് എന്ത് നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, തയ്യാറെടുപ്പുകൾ പെട്ടെന്ന് നടത്തുക. പെട്ടെന്ന് പഠിച്ചൊരു ജോലിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഓക്കെ, കൂടുതൽ അപ്ഡേറ്റ്സും മറ്റു കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.